Hi, next unit 6 labor basic concepts ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ലേബർ എന്ന് പറയുമ്പം നമുക്ക് ഒരു ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരാണ് ഒരു ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് അവരുടെ റിസൾട്ട്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റിസൾട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ ലേബറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മെയിൻ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് ലേബർ. ലേബർ മെയിനായിട്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡയറക്റ്റ് ലേബർ. Direct labor refers to labor engaged directly in the manufacture of a product or a particular job. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡയറക്റ്റ് ലേബറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഡയറക്റ്റ് ലേബറിൻ്റെ എക്സാമ്പിൾസ് ആണ് ഒരു റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന ആൾക്കാർ, അതിനായിട്ട് ഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ ജോബിൽ വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ ജോബിലുള്ള വർക്കേഴ്സ്, പിന്നെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതേമാതിരി ഒരു പ്രിൻറ്റിങ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന കോമ്പോസിറ്റേഴ്സ്, ഇവരെല്ലാവരാണ് നമുക്ക് ഡയറക്റ്റ് ലേബറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഡയറക്റ്റ് ലേബേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും കഴിയും ഡയറക്റ്റ് ലേബേഴ്സിന്. അതേമാതിരി വോളിയം ഓഫ് ഔട്ട്പുട്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അയാൾ എത്ര വർക്ക് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതേമാതിരി ഇറ്റ് ക്യാൻ ബി ഈസിലി അസർട്ടൈൻ ആൻഡ് കൺട്രോൾഡ്, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും കഴിയും. അതേമാതിരി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും കഴിയും. അതായത് ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കൂടുതൽ ഈസിയാണ്. അതാണ് ഡയറക്റ്റ് ലേബർ. ഇപ്പം ഒരാളൊരു വർക്ക് ചെയ്ത് ഇപ്പം ഒരു ഷൂ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം അയാൾ ആ ഷൂ ഉണ്ടാക്കുന്നതിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ അതെത്രയാണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇപ്പം ആ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന ഒരാളാണ്, ക്യാൻവാസ് കട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ മെഷീൻ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ദിവസം വർക്ക് ചെയ്തിട്ട് എത്ര ഷൂസ് ക്യാൻവാസ് അയാൾ കട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഡയറക്റ്റ് ലേബർ. അതിൻ്റെ 3 ഫീച്ചേഴ്സാണ്: ഈസിലി ഐഡൻറ്റിഫൈഡ് ആൻഡ് അലോക്കേറ്റഡ് ടു കോസ്റ്റ് യൂണിറ്റ്സ്, varies directly with the volume of output, then it can be easily ascertained and controlled because of its close proximity to the output. ഡയറക്റ്റ് ലേബർ നമ്മുടെ പ്രൈം കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, അതൊക്കെ നമ്മൾ പ്രൈം കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് നമ്മൾ പ്രൈം കോസ്റ്റിൻ്റെ പാർട്ടാണ്. അടുത്തത് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ലേബറിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധവും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ കഴിയില്ല ഇയാൾ നമുക്ക് ഈ പ്രൊഡക്റ്റിന് ഇത്രയും കാര്യങ്ങളാണ് അയാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ സൂപ്പർവൈസേഴ്സ്, റിപ്പയർ വർക്ക്മെൻ, ഇൻസ്പെക്ടേഴ്സ്, സെക്യൂരിറ്റി മെൻ. അവരുടെ സെക്യൂരിറ്റി മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പ്രൊഡക്റ്റായിട്ട് ഡയറക്റ്റായിട്ടൊരു കണക്ഷനും ഇല്ല, പക്ഷെ അവരുടെ വർക്ക് നമുക്ക് വേണം താൻ. അങ്ങനെയുള്ളതാണ് ഇൻഡയറക്റ്റ് ലേബേഴ്സ്. ഇത് നമ്മൾ ഓവർ ഹെഡ്സ് ആയിട്ടാണ് കൂട്ടുക. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് നമ്മൾ ഓവർ ഹെഡ്സിലാണ് കൂട്ടുക. അതാണ് ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. ഇനി ടൈം കീപ്പിംഗ്. നമ്മൾ ലേബറിനെ ഇപ്പോൾ ഡിവൈഡ് ചെയ്തു. അതേമാതിരി ലേബറിനെ നമ്മൾ കറക്റ്റായിട്ട് കമ്പനിയിൽ വരുന്നതും പോകുന്നതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അവരെപ്പോഴാണോ കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കയറുന്നത്, അതേമാതിരി എപ്പോഴാണോ നമ്മുടെ കമ്പനി വിട്ട് പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ ഫാക്ടറി വിട്ട് പുറത്ത് പോകുന്നത്, അതിനെ റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതാണ് ടൈം കീപ്പിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ദിസ് റെക്കോർഡ് ദാറ്റ് ദ ടോട്ടൽ എൻറ്റൈറ്റിൽമെൻറ്റ് ടു വർക്ക് അണ്ടർ ടൈം റേറ്റ് സിസ്റ്റം ഈസ് ഡിറ്റർമൈൻഡ്. ഈ ടൈം റേറ്റിന് അനുസരിച്ചാണ് അവരുടെ വേജസ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുക. അവർ എപ്പോൾ ഡ്യൂട്ടിക്ക് കയറി എപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയത് എന്നുള്ളത് നോക്കിയിട്ടൊക്കെയാണ് അവരുടെ വേജ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുക. ഫോംസ് ഓഫ് ടൈം കീപ്പിംഗ്. 2 types ഓഫ് ടൈം കീപ്പിംഗ് സിസ്റ്റമാണുള്ളത്: അറ്റൻഡൻസ് ടൈം ആൻഡ് ജോബ് ടൈം. അറ്റൻഡൻസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഫാക്ടറീൻ്റെ ഉള്ളിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അറ്റൻഡൻസ് ടൈം. അതിനനുസരിച്ചായിരിക്കും അവർക്ക് വേജ് കൊടുക്കുക. ഒരു ദിവസത്തെ അറ്റൻഡൻസ് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ വേജ് അയാൾക്ക് കിട്ടില്ല. അതാണ് അറ്റൻഡൻസ് ടൈം. ദെൻ ജോബ് ടൈം, ഷോയിങ് ദി നമ്പർ ഓഫ് അവേഴ്സ് സ്പെൻഡ് ഓൺ ദി ജോബ്സ്. ഓരോ ജോബിനും ഒരാൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ജോബ് ടൈം. ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആണ്: അറ്റൻഡൻസ് ടൈം ആൻഡ് ജോബ് ടൈം. ഇനി ടൈം കീപ്പിങ്ങിൻ്റെ പേർപ്പസ്. പേറോൾസ് പ്രിപ്പയർ ചെയ്യാനാണ് ടൈം കീപ്പിംഗ്
മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ലേബർ കോസ്റ്റ്, ഒരു പ്രൊഡക്ഷന് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം ലേബർ കോസ്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം കീപ്പിങ്ങും അത്യാവശ്യമാണ്. അതേമാതിരി ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേമാതിരി വർക്കേഴ്സിൻ്റെ റെക്കോർഡ്സ്, അറ്റൻഡൻസ് റെക്കോർഡ്സൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി, ഒരു ഫാക്ടറിയിലുള്ള ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട്, അതേമാതിരി പഞ്ച്വാലിറ്റിയിൽ ടൈം കീപ്പ് ചെയ്യുന്ന വെച്ചാൽ അവർ വരുന്ന സമയം നോക്കുന്നുണ്ട്, അവർ പോകുന്ന സമയം നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടെ പഞ്ച്വാലിറ്റിയും ഡിസിപ്ലിനും വരും. ഇതൊക്കെയാണ് ടൈം കീപ്പിങ്ങിൻ്റെ പേർപ്പസ്. ഇനി മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്, ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ടൈം കീപ്പിംഗ് നടത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഹാൻഡ് റിട്ടൺ മെത്തേഡ്. ഹാൻഡ് റിട്ടൺ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ വയ്ക്കും. കയറാൻ നേരത്ത് അവിടെ പേരെഴുതി സൈനിട്ട് കയറും, അതേപോലെ തന്നെ ഇറങ്ങാൻ നേരത്ത് പേരെഴുതി സൈനിട്ട് കയറും. അതാണ് ഹാൻഡ് റിട്ടൺ മെത്തേഡ്. അതായിരുന്നു പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് എന്ന് മാർക്ക് ചെയ്യും, ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആബ്സെൻ്റ് എന്ന് മാർക്ക് ചെയ്യും. ഈ അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പേ ഒക്കെ വരിക. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും, അതായത് മിസ്റ്റേക്സ് വരുത്താനായിട്ട് പറ്റും. ഇപ്പം ഒരാൾ രണ്ട് പേര് നല്ല ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ വന്നിട്ട് അയാളുടെ പേര് ഒപ്പിട്ടും വെച്ച് പോയി കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ അയാൾ ശരിക്കും വന്നിട്ടില്ല. അതാണ് ഹാൻഡ് റിട്ടൺ മെത്തേഡ്. ദെൻ ചെക്ക് ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കറിന് ഒരു ടോക്കൺ അല്ലെങ്കിൽ ഡിസ്ക് കൊടുത്തിട്ടുണ്ടാകും. വരുന്ന സമയത്ത് അതൊരു ബോക്സിൽ വയ്ക്കും. നോർമലി കയറുന്ന അറൈവൽ ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ ബോക്സ് മാറ്റിയിട്ട് വേറൊരു ബോക്സ് വയ്ക്കും. അപ്പം ഈ ഡിസ്ക് ലേറ്റ് ആയിട്ട് വരുന്നവർ ആ ഡിസ്ക് അതിനകത്തോട്ടാണ് ഇടുക. എന്നിട്ട് അവർ നേരെ ടൈം കീപ്പറിൻ്റെ അടുത്ത് ചെല്ലും. ഈ ബോക്സിൽ ഉള്ള ഡിസ്കിനാണ് അറ്റൻഡൻസ് എടുക്കുക. ബോക്സിലുള്ള ഡിസ്ക് നോക്കിയിട്ട് ഈ ബോക്സിലുള്ള ഡിസ്ക് അല്ലെങ്കിൽ ടോക്കൺസിൻ്റെ ബേസിസിലാണ് ടൈം കീപ്പർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അപ്പം അതിനനുസരിച്ചിട്ടാണ് അവരുടെ പേ ഒക്കെ നടക്കുക. ഇതിന് പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള സൂപ്പർവിഷൻ വേണം. അല്ലെങ്കിൽ വേറൊരാളുടെ ഡിസ്ക് കൊണ്ടുവന്നിട്ട് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ഡിസ്ക് കൊണ്ടുവന്ന് പ്രസൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൊണ്ടിടുകയൊക്കെ ചെയ്യും. അതാണ് ആ മെത്തേഡ്. നെക്സ്റ്റ് മെക്കാനിക്കൽ ഓർ ക്ലോക്ക് മെത്തേഡ്. ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതാണ് കുറച്ചും കൂടെ സയൻറ്റിഫിക്കാണ്, സേഫ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് മെക്കാനിക്കൽ ഓർ ക്ലോക്ക് മെത്തേഡ്. ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് കാർഡ് ഉണ്ടാകും. അത് ഗേറ്റിൻ്റെ പുറത്ത് ഒരു റാക്കിൽ വെച്ചിട്ടുണ്ടാവും. അവർ കയറാൻ നേരത്ത് ആ കാർഡ് എടുത്തിട്ട് ഒരു മെഷീൻ ഉണ്ടാവും. അവിടെ പഞ്ച് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ അപ്പുറത്തുള്ള റാക്കിൽ കൊണ്ട് തൂക്കിടും. അതേമാതിരി അവരെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ അതേമാതിരി അവിടെ നിന്ന് എടുത്തിട്ട് മെഷീനിൽ കൊണ്ട് പഞ്ച് ചെയ്തിട്ട് പുറത്തുള്ള റാക്കിൽ കൊണ്ട് തൂക്കിടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലാണ്. അപ്പോൾ ആർക്കും ഫോൾട്ട് വരുത്താനുള്ള ചാൻസസ് കുറവാണ്. അതാണ് 3 മെത്തേഡ് ഓഫ് ടൈം കീപ്പിംഗ്. ഇനി ടൈം കീപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, വർക്കേഴ്സിൽ പഞ്ച്വാലിറ്റി ഒക്കെ വരാനും പിന്നെ ആരൊക്കെയാണ് ലേറ്റായിട്ട് വരുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ടൈം കീപ്പിംഗ് എൻഷുർ ചെയ്യും. പ്രോപ്പർ ഡിസിപ്ലിന്, നമ്മളെ കമ്പനിയിലെ വർക്കേഴ്സ് കുറച്ചും കൂടെ ഡിസിപ്ലിൻ ആയിരിക്കും. അതേമാതിരി ബൂസ്റ്റ് മൊറൈൽ ഓഫ് പേഴ്സണൽ, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകും ടൈം കീപ്പിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേമാതിരി വെറുതെ ആവശ്യമില്ലാതെ സമയം കളയുന്ന അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടാവില്ല. ഔട്ട്പുട്ട് അപ്പോൾ കൂടും. ദെൻ ടൈം റെക്കോർഡിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസസിന് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ റെക്കോർഡ് ഓഫ് വർക്ക് പെർഫോം ചെയ്ത് ഓരോ ആൾക്കാരും വർക്ക് ചെയ്ത ടൈം എത്രയാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓരോ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് ലേബർ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പ്രോപ്പർ ടൈം കീപ്പിംഗ് ഉണ്ടെങ്കിൽ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പേർപ്പസ് ഓഫ് ടൈം കീപ്പിംഗ്. ഇനി അടുത്തത് ടൈം ബുക്കിംഗ്.
ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ടൈം കീപ്പിംഗ് നമ്മൾ ഒരാൾ ഒരു വർക്ക് ഫാക്ടറിൻ്റെ ഉള്ളിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ടൈം ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം ടൈം അവർ ഓരോ ജോബിൽ യൂട്ടിലൈസ് ചെയ്തു, അവരെത്രത്തോളം ടൈം അവർക്ക് വെറുതെ ഇരുന്ന്, അതായത് ഇപ്പം ലഞ്ച് ബ്രേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലഞ്ച് ബ്രേക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യാതിരുന്ന സമയം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കുന്നതും കൂടെയാണ്, അതും കൂടെ നോക്കുന്നതാണ് ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ. ടൈം ബുക്കിങ്ങിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബിന് അല്ലെങ്കിൽ ഓർഡറിന് പ്രോസസ്സിന് എത്രത്തോളം പ്രോപ്പർ കോസ്റ്റ് എത്ര ആയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേമാതിരി വേസ്റ്റേജ് ഓഫ് ടൈം, വർക്കേഴ്സ് ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം എത്രത്തോളം ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ എത്രത്തോളം വെറുതെ കളഞ്ഞ ടൈമിന് നമ്മൾ എത്രത്തോളം കോസ്റ്റ് കൊടുക്കേണ്ടി വന്നു. അതായത് ഇപ്പോൾ നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പം അവർ രാവിലെ ഫാക്ടറിയിൽ കയറി വൈകുന്നേരം വരെയുള്ള ഈ ഫുൾ ടൈമിനാണ് നമ്മൾ അവർക്ക് വേജ് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ലഞ്ച് ബ്രേക്കിന് കൂടെ നമ്മൾ ആ സമയത്തിനും കൂടെ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അതാണ് ദി കോസ്റ്റ് ഓഫ് ഐഡിൽ ടൈം. അപ്പം ആ സമയത്ത് എത്ര സമയം അവർ വെറുതെ ഇരുന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ അതിന് കൂടെയുള്ള കോസ്റ്റ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അതേമാതിരി നമുക്ക് അവർ ഫാക്ടറിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവരെത്രത്തോളം പ്രോപ്പറായിട്ട് ആ സമയം യൂട്ടിലൈസ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ടൈം ബുക്കിംഗ് ഉണ്ടെങ്കിൽ. അതൊക്കെയാണ് പർപ്പസസ് ഓഫ് ടൈം കീപ്പിംഗ്. ഇനി ടൈം ബുക്കിംഗ്. അടുത്തത് മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ്. ഫസ്റ്റ് വൺ, ഡെയിലി ടൈം ഷീറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കർ അവർ ജോബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ടൈം റെക്കോർഡ് ചെയ്യും. അവരെന്തൊക്കെ ജോബാണ് ഒരു ദിവസം ചെയ്തിട്ടുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ ഡെയിലി ടൈം ഷീറ്റ്സ് എന്ന് പറയാം. ഓൾസോ നോൺ ആസ് ടൈം കാർഡ്സ്. അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വർക്കറിൻ്റെ നെയിം ഉണ്ടാവും, വർക്ക് ഓർഡർ നമ്പർ ഉണ്ടാവും, വർക്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തതെന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്ത ടൈം, ഫിനിഷ് ചെയ്ത ടൈം ഉണ്ടാവും, എത്ര ടൈം അയാൾ ഒരു വർക്കിന് വേണ്ടി എടുത്തു എന്നുള്ളതുണ്ടാവും, ആ വർക്കിന് ഓരോ മണിക്കൂറിലും ഉള്ള വേജ് റേറ്റ് ഉണ്ടാവും, ടോട്ടൽ എമൗണ്ട് ഓഫ് വേജസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഡെയിലി ടൈം ഷീറ്റ് ഉണ്ടാവുക. വീക്ക്ലി ടൈം ഷീറ്റ്, ഈ ഡെയിലി ടൈം ഷീറ്റ് തന്നെ വീക്ക്ലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഒരു വീക്കിൽ ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നതാണ് വീക്ക്ലി ടൈം ഷീറ്റ്സ്. ഇനി ജോബ് കാർഡ്സ്. ഈ മേലുള്ള രണ്ടെണ്ണത്തിന് നമ്മൾ വർക്കറിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി ജോബ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ജോബിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ജോബ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കർ എത്ര ടൈം എടുത്തു, ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം വരെ ഏതൊക്കെ വർക്കേഴ്സ് എത്ര നേരം ആ ജോബ് തീർക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നോക്കുന്നതാണ് ജോബ് കാർഡ്സ്. ജോബ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് തീർക്കാൻ വേണ്ടി എത്ര ലേബർ അവേഴ്സ് എടുത്തു എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും ജോബ് കാർഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതാണ് മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ്. ഇതിനകത്ത് ഡെയിലി ടൈം ഷീറ്റിൻ്റെ സ്പെസിമെൻ ഫിഗർ ഉണ്ട്, അതുപോലെ ജോബ് കാർഡിൻ്റെത് ഉണ്ട്. ദെൻ അടുത്തത് പേറോൾ അക്കൗണ്ടിങ്. പേറോൾ അക്കൗണ്ടിങ് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ലേബറേഴ്സിനും വേജ് കൊടുക്കുന്നത്, വർക്കേഴ്സിനും വേജ് കൊടുക്കുന്നത് നമ്മൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെയാണ് നമ്മളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതായത് ഓരോന്നിനും ഓരോരോ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഡയറക്റ്റ് ലേബറിനും വേറെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വരിക. അപ്പം അതാണ് പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ വരിക. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടേഷൻ ഓഫ് വേജസ്. എങ്ങനെയാണ് നമ്മൾ വേജ് എത്രത്തോളം വേജ് ഉണ്ട് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക. ടോട്ടൽ ഒരാൾ എത്ര നേരം വർക്ക് ചെയ്തോ ഇൻറ്റു അവർലി റേറ്റ് ഓഫ് വേജ് പേയ്മെൻറ്റ്. ഒരു മണിക്കൂറിൽ ആണ് വേജ് പേയ്മെൻറ്റ്. ഒരു മണിക്കൂർ 50 രൂപയാണ് പേയ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അയാൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു ഇൻറ്റു റേറ്റ് ഓഫ് വേജ് പേയ്മെൻറ്റ്, അവർലി റേറ്റ് ഓഫ് വേജ് പേയ്മെൻറ്റ്, അങ്ങനെയാണ് വരിക. അതിൻ്റെ കൂടെ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷും കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം എന്തെങ്കിലും ഡിഡക്ഷൻ എന്തെങ്കിലും വരുത്താണ്, ഇപ്പോൾ ലേറ്റായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഫൈനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വേജ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിഡക്ഷൻസൊക്കെയാണ് ഇവിടെ ലിസ്റ്റായിട്ട് പറയുന്നത്. ഫൈൻസ് ആൻഡ് ഡിഡക്ഷൻസ് ഓഫ് ആബ്സെൻസ് ഫ്രം ഡ്യൂട്ടി. ആബ്സെൻ്റ് ആയാൽ വരുന്ന ഡിഡക്ഷൻസ്, ഗുഡ്സ് മണി എന്തെങ്കിലും ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻസ്, പിന്നെ ഹൗസ് റെൻറ്റ്, വീടിൻ്റെ ഉള്ള വാടക കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസസ് യൂട്ടിലൈസ് ചെയ്തതിൻ്റെ കോസ്റ്റ്, ലോൺസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറി, ടാക്സ് ഉണ്ടെങ്കിൽ PF പ്രൊവിഡൻറ്റ് ഫണ്ട്, വെൽഫെയർ ഫണ്ട്, ഇൻഷുറൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഡ്യൂസ്, ഈ ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ്
പേയ്മെൻറ്റ് എത്ര ഉണ്ടെന്ന് അറിയാം. ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആക്കി ഉണ്ടാക്കുന്നതാണ് വേജ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്സിനകത്ത് അവരെത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കേഴ്സ് നമ്പർ എത്രയാണ്, വർക്കറിൻ്റെ പേരെന്താണ്, എത്ര നേരം വർക്ക് ചെയ്തു, ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ ബോണസ് എന്തെങ്കിലും ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഡിഡക്ഷൻസ് എന്തെങ്കിലും, ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതിൽ അതിനകത്ത് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഉള്ളതാണ് ഈ വേജസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പേർപ്പസസ് ഓഫ് പേറോൾ അക്കൗണ്ടിങ്. പേറോൾ അക്കൗണ്ടിങ്ങിൻ്റെ പേർപ്പസ് റെലവൻറ്റ് ഡാറ്റ, കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള റെലവൻറ്റ് ഡാറ്റയാണ് പേറോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ വേജസ്, നമ്മൾക്കിപ്പം വർക്കേഴ്സിന് കൊടുക്കേണ്ട എത്രത്തോളം വേജ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പേറോൾ അക്കൗണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഓരോ ജോബിനും എത്രത്തോളം പേയ്മെൻ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓരോ മന്ത്ലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര വേജസ് ആണ് നമ്മൾ കൊടുത്തത്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി മൊത്തം നമ്മൾ എത്ര വേജാണ് കൊടുത്തത്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും എറേഴ്സോ ഫ്രോഡ്സോ വേജ് പേയ്മെൻറ്റ് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും നമുക്ക് പേറോൾ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും അതേമാതിരി നമ്മളെ വർക്കേഴ്സിന് പേയ്മെൻറ്റ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും പേറോളാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനകത്താണ് കറക്റ്റായിട്ട് എത്ര എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് പേ സ്ലിപ്സ് ഇഷ്യൂ ചെയ്യാറ്. അതാണ് പേർപ്പസസ് ഓഫ് പേറോൾ അക്കൗണ്ടിങ്. ഇനി ഐഡിൽ ടൈം. ഒരു വർക്കർ ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എത്ര സമയം അവർ വേസ്റ്റ് ആക്കുന്നതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആ വർക്ക് ചെയ്യാതിരിക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഐഡിൽ ടൈം എന്ന് പറയാം. ഐഡിൽ ടൈം രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നോർമൽ ഐഡിൽ ടൈം ഡ്യൂ ടു അൺഅവോയ്ഡബിൾ ഫാക്ടേഴ്സ് ഇൻ ദി ഫാക്ടറി. ഒരു നോർമലായിട്ട് വരുന്ന ഐഡിൽ ടൈം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതായി, ഫാക്ടറിയിലുള്ള അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത നോർമൽ ഐഡിൽ ടൈമാണ് ഒന്ന്. മറ്റേത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അബ്നോർമലായിട്ട് വരുന്ന ഐഡിൽ ടൈം. ഇങ്ങനെ രണ്ട് ഐഡിൽ ടൈമാണ് ഉള്ളത്. ഇനി കോസസ് ഓഫ് ഐഡിൽ ടൈം. ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ ഐഡിൽ ടൈമിൻ്റെ കോസസ് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ പ്രൊഡക്റ്റീവ് കോസസ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്, എക്കണോമിക് കോസസ്. പ്രൊഡക്റ്റീവ് കോസസ് വരുമ്പോൾ മെഷീൻ വർക്ക് ആവാതിരിക്കുക, കറണ്ട് പോവുക, വർക്കറിന് വെയിറ്റ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ടൂൾസിന് വെയിറ്റ് ചെയ്യേണ്ടി വരിക, മെറ്റീരിയൽസ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതിന് ഇൻസ്ട്രക്ഷൻ കിട്ടണം. ഇതൊക്കെയാണ് പ്രൊഡക്റ്റീവ് കോസസ്. ഐഡിൽ ടൈം വെറുതെ പണിക്കാർ വന്നിട്ട് വെറുതെ ഇരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷനിലാവുമ്പോൾ പുവർ പ്ലാനിങ് പ്രോപ്പർ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ, സൂപ്പർവിഷന് ആളില്ല എന്നുണ്ടെങ്കിൽ, സാധാരണത്തെക്കാട്ടി കൂടുതലുള്ള ടീ ബ്രേക്ക്, പിന്നെ ഫാക്ടറി ഗേറ്റിൻ്റെ അവിടെ നിന്ന് വർക്ക് പണി എടുക്കേണ്ട സ്ഥലത്തോട്ട് വരുന്ന ഡിസ്റ്റൻസ്, പിന്നെ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് കയറാൻ വരുന്ന ഇൻ്റർവെൽ ടൈം, അതിൻ്റെ ആ ടൈം ഗ്യാപ്പ്. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസസ് ഓഫ് ഐഡിൽ ടൈം. ഇനി എക്കണോമിക് കോസസ്. പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ വ്യത്യാസം, അതേമാതിരി സ്ട്രൈക്സ്, ലോക്കൗട്ട്സ്, ഇപ്പം സമരങ്ങളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം വെറുതെ പോകും. പിന്നെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഐഡിൽ ടൈം മേക്കിംഗ് സാധനം. പിന്നെ സീസണൽ ഇൻഡസ്ട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കും. അത് പിന്നെ മാൻ പവർ, പണിക്കാർ കൂടുതലാണെന്നുണ്ടെങ്കിലും ഐഡിൽ ടൈം കൂടും. എങ്ങനെയാണ് നമ്മളിനി ഐഡിൽ ടൈം കൺട്രോൾ ചെയ്യുന്നത്? ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആ വർക്കേഴ്സിന് എല്ലാവർക്കും ആർക്കും തന്നെ അനാവശ്യമായിട്ട് നോർമൽ ഐഡിൽ ടൈം ഉണ്ടാകും. അബ്നോർമൽ ആയിട്ടുള്ള ഐഡിൽ ടൈം അത് ഒഴിവാക്കുന്ന രീതിയിൽ വേണം നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ മെഷീൻസൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ബ്രേക്ക് ഡൗൺ ആകാനോ അത് നിന്ന് പോകാനുള്ളൊരു സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാക്കരുത്. അതിനൊക്കെ പ്രിവെൻറ്റീവായിട്ട് തന്നെ നമ്മൾ മെഷേഴ്സ് എടുക്കണം. പിന്നെ തേർഡ് വൺ, റോ മെറ്റീരിയൽസും എല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. റോ മെറ്റീരിയൽസ് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ നിന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. പിന്നെ പ്രോപ്പർ പ്ലാനിങ്, നമ്മൾ വർക്കേഴ്സിന് പ്ലാൻ ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ വർക്ക് എന്നുള്ളത് പ്രോപ്പറായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദെൻ ഫിഫ്ത്ത് വൺ, ഐഡിൽ ടൈം ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്, കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ നമുക്ക് മാറ്റാമെന്നുള്ളതൊക്കെ നോക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഐഡിൽ ടൈം കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഐഡിൽ ടൈമിൻ്റെ ട്രീറ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ഐഡിൽ ടൈം. നമ്മൾ ഐഡിൽ ടൈം വെറുതെ നോർമൽ ഐഡിൽ ടൈം ആണ്
കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫാക്ടറി ഓവർ ഹെഡായിട്ടാണ് കൺസിഡർ ചെയ്യാം. നോർമലാണ്, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഐഡിൽ ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ജോബ്സിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോബിൽ തന്നെ ഡയറക്റ്റ് വേജിനകത്ത് കൂട്ടിയിട്ടാണ് നോർമൽ അൺകൺട്രോളബിൾ ഐഡിൽ ടൈം ട്രീറ്റ് ചെയ്യാം. അബ്നോർമൽ ഐഡിൽ ടൈം ആണ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുക. അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഐഡിൽ ടൈം. ഇനി ഓവർ ടൈം. ഇപ്പം നോർമൽ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യാണ്. ഇപ്പം 8 hours നോർമൽ ടൈം. അതിനുശേഷം ഒരാൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഓവർ ടൈം വർക്കിംഗ്. ഈ ഓവർ ടൈം വർക്കിങ്ങിന് യൂഷ്വൽ വർക്കിംഗ് അവേഴ്സിനെക്കാട്ടിലും റേറ്റ് കൂടുതലായിരിക്കും ഓവർ ടൈം വർക്കിങ്ങിന് വരിക. പക്ഷെ ഒരാൾക്ക് തോന്നിയ മാതിരി ഒന്നും ഓവർ ടൈം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഓവർ ടൈം എടുക്കുന്നതിന് മുമ്പ് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ആ വർക്ക് തീർക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അത് പെട്ടെന്ന് തന്നെ തീർക്കേണ്ട ഒരു വർക്ക് ആവണം. അല്ലെങ്കിൽ പിന്നെ ഓർഗനൈസേഷന് പ്രൊഡക്ഷൻ കുറഞ്ഞു പോകരുത് എന്നുള്ളൊരു ഡിസയർ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഓവർ ടൈം വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കമ്പനിക്ക് എക്സ്ട്രാ പ്രൊഡക്ഷൻ വേണം, ഷോർട്ട് ഫോൾ ഉണ്ടാവാൻ പാടില്ല. ഇത് സിറ്റുവേഷനിൽ ഓവർ ടൈം വർക്കിംഗ് ഉണ്ടാവും. അതേമാതിരി കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം. ഇപ്പോൾ സീസണൽ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം എടുത്തിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓവർ ടൈം എടുക്കാം. പിന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാക്ടറിയിലുള്ള വർക്കേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഉള്ള വർക്കേഴ്സിനെ തന്നെ ഓവർ ടൈം വെച്ചിട്ട് നമുക്ക് പണി തീർക്കാം. ഇതാണ് ഓവർ ടൈമിൽ കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഇത് 4. ഓവർ ടൈം എടുക്കുന്നതിന് മുമ്പ് ഓവർ ടൈം അത് അത്യാവശ്യമാണെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യണം. പിന്നെ വർക്കേഴ്സിനടുത്ത് അവരെന്തിനോണ്ടാണ് അവർക്ക് പർപ്പസ് പറഞ്ഞു കൊടുക്കണം, എന്തുകൊണ്ടാണ് എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യണമെന്നുള്ള പർപ്പസ് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതാണ് 2 കാര്യങ്ങൾ. കാരണം ഓവർ ടൈമിൽ യൂഷ്വലി നോർമൽ അവേഴ്സിനെക്കാട്ടിലും ഡബിൾ റേറ്റ് ആയിരിക്കും ഓവർ ടൈമിന്. അപ്പോൾ അത് എക്സ്ട്രാ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഓവർ ടൈം മാനേജ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഓവർ ടൈം കോസ്റ്റ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. കസ്റ്റമർ പറഞ്ഞിട്ടാണ് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പീരീഡിനുള്ളിൽ ജോബ് തീർക്കണം എന്നുള്ള രീതിയിലുള്ളതാണ്, അതുകൊണ്ടാണ് ഓവർ ടൈം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ജോബിന് ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുക. അതായത് ആ കോസ്റ്റ് ഓഫ് യൂണിറ്റ് ആ ജോബ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് സെക്കൻഡ് സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ ജനറൽ വർക്ക് പ്രഷർ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജനറൽ ഓവർ ഹെഡായിട്ടാണ് കൂട്ടുക. പിന്നെ ഷെഡ്യൂൾ ഡിലേ വരുന്നത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസിലാണ് ചാർജ് ചെയ്യുക. ഇപ്പം അൺഅവോയ്ഡബിൾ, ഇപ്പം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് സമയം പോയതാണെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇൻ കേസ് ഓഫ് സീസണൽ റഷ്, പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂട്ടേണ്ട അത്യാവശ്യം വരികയാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് ഓവർ ടൈം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൈം കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അടുത്തത് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനിയിലുള്ള അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആൾക്കാർ എത്രത്തോളം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയിട്ട് വേറെ ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ വേറെ വർക്കിലോട്ട് പോകുന്നുണ്ട്, അതുള്ളതാണ് ലേബർ ടേൺ ഓവർ. നമ്മുടെ കമ്പനിയിൽ എത്ര പേരാണ് ഒരു വർഷം അല്ലെങ്കിൽ ഇത്ര പീരീഡിനുള്ളിൽ ആൾക്കാർ റിസൈൻ ചെയ്ത് പോകുന്നത്, അതാണ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. Labor turnover defined as the rate of change in the labor force of an organization during a particular period. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ലേബർ ഫോഴ്സിന് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ കണ്ടുപിടിക്കുന്നത് എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ. നമ്മളെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയ വർക്കേഴ്സിൻ്റെ എണ്ണം ഡിവൈഡഡ് ബൈ ഒരു ടൈമിൽ ആവറേജ് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അതാണ് ലേബർ ടേൺ ഓവർ. ഇത് കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ലേബർ ടേൺ ഓവറിന് 2 റീസൺസ്, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന റീസൺസും ഉണ്ട്, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിനകത്ത് അവോയ്ഡബിൾ ആയിട്ടുള്ള റീസൺസ് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിൻ്റെയും ജോബും തമ്മിലുള്ള ഇത്, ഇപ്പം എല്ലാവർക്കും എല്ലാ ജോബ്സും ചെയ്യാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കൊണ്ട് നമുക്ക് ആൾക്കാർ വർക്കിൽ നിന്ന് പിരിഞ്ഞു പോകാം. വേജ് കുറവാണെന്നുണ്ടെങ്കിൽ, സാലറി കുറവാണെന്നുണ്ടെങ്കിൽ, വർക്കിംഗ് കണ്ടീഷൻസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ, എംപ്ലോയീസ് അവരുടെ ബോസ് ജൂനിയേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിലൊക്കെ ഹയർ ലേബർ ടേൺ ഓവർ ആയിരിക്കും. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ,
മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് പ്ലാനിങ് ഇല്ല, അവർക്ക് ദീർഘവീക്ഷണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ ലേബർ ടേൺ ഓവർ കൂടും. അതേമാതിരി സൈക്കോളജിക്കൽ റീസൺസ്, ആ വർക്കിങ്ങിൻ്റെ നേച്ചർ ഓഫ് വർക്കിംഗ്. ഇപ്പോൾ മിലിറ്ററിയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റീസൺസ് കൊണ്ടൊക്കെ റിസൈൻ ചെയ്ത് പോകാം. പിന്നെ ബാക്കിയുള്ള കൂടെയുള്ള വർക്കേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് പിന്നെ വർക്കിംഗ് അവേഴ്സ്, അതിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം നൈറ്റ് ഷിഫ്റ്റ് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റിസൈൻ ചെയ്ത് പോകും. പിന്നെ സുപ്പീരിയേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു കമ്പനിയിലുള്ള പ്രൊമോഷൻ പോളിസീസ്, പിന്നെ പ്രൊട്ടക്ഷൻ. ഇപ്പം ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാർ റിസൈൻ ചെയ്ത് പോകും. പിന്നെ ഒരു വർക്കേഴ്സ് കമ്പനിയുടെ ഉള്ളിൽ തന്നെ ആൾക്കാരുടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ പോകും. അതേമാതിരി പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് പോളിസീസ് ഇല്ലെങ്കിൽ, പിന്നെ മെഡിക്കൽ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റി പ്രോപ്പർ ടൈം പ്രോപ്പറായിട്ട് നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാർ റിസൈൻ ചെയ്യും. ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കോസസാണ്. ഇനി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഉള്ള ജോലിനെക്കാട്ടി നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ വയ്യ, ആക്സിഡൻ്റായി ആരെങ്കിലും മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ താമസം മാറ്റുകയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോവുകയാണ്, റിട്ടയർമെൻറ്റ്, പിന്നെ ട്രാവൽ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അതേമാതിരി പിരിച്ചുവിടുക. അതായത് ഇപ്പം ആൾക്കാർ ലേബേഴ്സ് എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിരിച്ചുവിടും. പിന്നെ സീസണൽ നേച്ചർ, ഇപ്പം ചില സമയത്ത് സീസൺ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമുക്ക് അത്രയും വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഷോർട്ടേജ് റോ മെറ്റീരിയൽ, നമുക്ക് പ്രൊഡക്ഷൻ നടത്താനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ആൾക്കാർ ഹയർ ലേബർ ടേൺ ഓവർ ആയിരിക്കും വരിക. അപ്പം ഇതൊക്കെയാണ് കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ. ഇനി എഫക്ട്സ് ഓഫ് ലേബർ ടേൺ ഓവർ. ഹൈ ലേബർ ടേൺ ഓവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിന് വരുന്ന എഫക്റ്റാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ ഒരാൾ പോയി കഴിയുമ്പോൾ അതിന് പകരം നമ്മൾ വേറൊരാൾ എടുക്കണം, അതിന് നമുക്ക് കോസ്റ്റ് വരും. ആ കോസ്റ്റ് വന്ന ആളെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചെടുക്കണം, അതിന് കോസ്റ്റ് ഓഫ് ട്രെയിനിങ് വരും. പിന്നെ ഒരാളെ ട്രെയിൻ ചെയ്തെടുത്താലും അവർ പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനൊരു ഡിക്ലൈൻ വരും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡിക്ലൈൻ ഇൻ പ്രൊഡക്ഷൻ. പിന്നെ അറിയാത്ത ഒരാളൊരു കാര്യം ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണെങ്കിലും എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിഫക്റ്റീവ് വർക്ക് ആൻഡ് ഇൻക്രീസ്ഡ് വേസ്റ്റേജ്. അതേമാതിരി ടൂൾസും എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും കുഴപ്പം വരും. പിന്നെ അതേമാതിരി മെറ്റീരിയൽസൊക്കെ പ്രോപ്പറായിട്ടല്ല വർക്കിംഗ് വർക്കേഴ്സ് പ്രോപ്പറായിട്ട് ആവില്ല ഹാൻഡിൽ ചെയ്യില്ല, അവർക്ക് അത് മര്യാദയ്ക്ക് അറിയുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കുറേ വേസ്റ്റായി പോകും. ഇതൊക്കെയാണ് ഹൈ ലേബർ ടേൺ ഓവർ കൊണ്ട് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന എഫക്ട്സ്. ഈ 6 എണ്ണമാണ് ഉള്ളത്. പുതിയ ആളെ റിക്രൂട്ട് ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണം. ട്രെയിൻ ചെയ്യിച്ചെടുത്താൽ തന്നെ അവർ എഫിഷ്യൻ്റ് ആവണമെന്നില്ല, അപ്പോൾ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യും. പിന്നെ വർക്കേഴ്സ് ഇൻക്രീസ്ഡ് വേസ്റ്റ്, നമ്മുടെ റോ മെറ്റീരിയൽസൊക്കെ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ടൂൾസും എക്യുപ്മെൻറ്റ്സൊക്കെ ഡാമേജ്ഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ദെൻ കൺട്രോൾ ഓഫ് ലേബർ ടേൺ ഓവർ. എങ്ങനെ നമുക്ക് ലേബർ ടേൺ ഓവർ കൺട്രോൾ ചെയ്യാൻ കഴിയും? ഫസ്റ്റ് വൺ, പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പർ മെഷീനറി ടു അറ്റൻഡ് പ്രോംപ്റ്റ്ലി ടു ദി ഗ്രീവൻസസ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് നമ്മുടെ ബിസിനസ്സിലെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലേബർ ടേൺ ഓവർ കുറയും. ദെൻ വർക്കിംഗ് കണ്ടീഷൻസ്, നമ്മൾ ഫാക്ടറിയിൽ സെക്കൻഡ് വൺ നമ്മുടെ ഫാക്ടറിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് പ്രോപ്പറായിരിക്കണം. അതായത് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരങ്ങനെ റിസൈൻ ചെയ്തൊന്നും പോവില്ല. പ്രൊവൈഡ് അഡ്വക്കേറ്റ് വെൽഫെയർ ഫെസിലിറ്റീസ് ടു വർക്കേഴ്സിന് പ്രോപ്പറായിട്ടുള്ള വെൽഫെയർ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഫോർത്ത് വൺ, നമ്മളുടെ അടുത്തുള്ള വർക്കേഴ്സിൻ്റെ മൊറേൽ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ എടുക്കണം. ദെൻ വർക്കേഴ്സിന് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കണം. അതായത് അവരോട് നമ്മൾ ഒപ്പീനിയൻസ് ചോദിക്കണം, അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പം അവർക്കായിരിക്കും ചില കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. അപ്പം അവരുടെ അടുത്ത് നമുക്ക് അവരുടെ ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് കഴിയും. അപ്പോൾ അവർക്കൊരു പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, അപ്പോൾ അവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അതാണ് ഹൈ മൊറേൽ, ഇൻക്രീസ് ഇൻ മൊറേലാണ് അപ്പം ഉണ്ടാവുക. ദെൻ സിക്സ്ത് വൺ, പ്രോപ്പറായിട്ടുള്ള പ്രൊമോഷനും ട്രാൻസ്ഫർ പോളിസീസൊക്കെ ഫോളോ ചെയ്യാം.
ദെൻ 7th വൺ പ്രോപ്പറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. ഒരാളെ പ്രോപ്പറായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണ്, അയാളുടെ ജോലിക്ക് ആ ജോലിക്ക് പറ്റിയ ഒരാളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അയാളെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അങ്ങനെ റിസൈൻ ചെയ്ത് പോകാനോ വേറെ നല്ല ജോലി നോക്കി പോകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് വൺ പ്രോപ്പറായിട്ടുള്ള ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യണം. പ്രോപ്പറായിട്ട് വർക്കേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ളൊരു സിസ്റ്റം കൊണ്ടുവരണം. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ് നല്ലതായിരിക്കണം. അഡ്വക്കേറ്റ് വെൽഫെയർ ഫെസിലിറ്റീസ്, എംപ്ലോയീസിന് മോറലി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. വർക്കേഴ്സിന് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. പിന്നെ പ്രൊമോഷനും ട്രാൻസ്ഫറിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസീസ് ഫോളോ ചെയ്യണം. പിന്നെ ലാസ്റ്റ് വൺ പ്രോപ്പർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് സിസ്റ്റം. ഇതാണ് കൺട്രോൾ ഓഫ് ലേബർ ടേൺ ഓവർ. അപ്പോൾ ഈ യൂണിറ്റ് കഴിഞ്ഞു. താങ്ക് യു.